കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രക്കടവിൽ രാവിലെ 5 മണിക്ക് പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ബലിതർപ്പണ ചടങ്ങുകൾക്ക് കീച്ചേരിൽ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കർക്കിടക വാവിനോട് അനുബന്ധിച്ച് പിതൃതർപ്പണത്തിന് അഭൂതപൂർവമായ തിരക്കാണ് ഇത്തവണ കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഉണ്ടായത്. അനുകൂലമായ കാലാവസ്ഥയായതിനാൽ രാവിലെ മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങിനായി നിരവധി പേരാണ് ക്ഷേത്രക്കടവിൽ എത്തിച്ചേർന്നത്. ഇതിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ക്ഷേത്രക്കടവിൽ ഒരുക്കിയിരുന്നത്. 10,000-ലധികം പേർ ബലിതർപ്പണത്തിനായി എത്തിയിരുന്നു. കർക്കിടക വാവും പിതൃതർപ്പണവും കേരളത്തിന്റെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും വിശ്വാസികൾക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. പൂർവികരെ ആദരിക്കുകയും അനുഗ്രഹം തേടുകയുമാണ് പ്രധാന ലക്ഷ്യം. പിതൃക്കളെ സ്മരിക്കാനുള്ള അവസരമാണ് ബലിതർപ്പണം. മനുഷ്യരൂപത്തിൽ ജന്മം തന്നവരോടുള്ള നന്ദി പറച്ചിലാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമായി ബലിതർപ്പണം വ്യാഖ്യാനിക്കപ്പെടുന്നു. ഭാരതീയ വിശ്വാസമനുസരിച്ച് വാവുബലി അഥവാ പിതൃതർപ്പണത്തിന് ആത്മീയതയുടെ ഒരു മഹത്തായ തലവുമുണ്ട്. ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് കർക്കിടക വാവ്. ഈ സമയം സൂര്യൻ പിതൃലോകത്തേക്ക് കടക്കുമെന്നും പിതൃയാനത്തിലുള്ള പ്രവേശന കവാടമാണ് കർക്കിടക വാവെന്നും വിശ്വാസമുണ്ട്. അതിനാലാണ് സാധാരണ ശ്രാദ്ധത്തിൽ നിന്നും വ്യത്യസ്തമായി പ്രധാന തീർത്ഥ ഘട്ടങ്ങളിൽ ബലിതർപ്പണത്തിനായി ഭക്തർ ഒത്തുചേരുന്നത്. കടപ്പാട്ടൂരിൽ ഇത് മീനച്ചിലാറാണ്. രാവിലെ 5 മണിക്ക് ക്ഷേത്രക്കടവിൽ പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ക്ഷേത്രക്കടവിലെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് കീച്ചേരിൽ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിൽ വിഷ്ണുപൂജ, നമസ്കാരം, കൂട്ടനമസ്കാരം തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതിന് സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. ബലിതർപ്പണത്തിന് ക്ഷേത്രത്തിലെത്തുന്നവർക്കായി രാവിലെ മുതൽ അന്നദാനവും ഉണ്ടായിരുന്നു. ദേവസ്വം പ്രസിഡന്റ് PS ഷാജികുമാർ, സെക്രട്ടറി VS ശശികുമാർ, ഖജാൻജി KR ബാബു, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. i4 ന്യൂസ്, പാലാ.